റഹീമണ്ണന് എന്ത് ക്യൂ, എന്ത് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഛത്തീസ്ഗഡിൽ പോയതാണ്. പക്ഷെ പണി പാലും വെള്ളത്തിൽ കെട്ടി. ഇവിടെ പട്ടി കുരക്കണ പോലെ റഹീമണ്ണ എപ്പോഴും കുറച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നോക്ക്, പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കണു. എന്ത് പറ്റി റഹീമണ്ണന്? വേറൊന്നുമില്ല, ഇംഗ്ലീഷ് പറയില്ല, ഹിന്ദി അറിയില്ല. അപ്പൊ എന്ത് മിണ്ടാനാണ്? മിണ്ടാണ്ടിരിക്കുക തന്നെ. നമ്മുടെ റഹീമണ്ണ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയില്ലല്ലോ. പല പാർലമെന്റിലൊക്കെ ആണെങ്കിൽ എഴുതി വെച്ചത് വായിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യാനാ? പബ്ലിക്കും ആയിപ്പോയി, നേരെ നിന്ന് സംസാരിക്കും വേണ്ടേ. വല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നോക്കിയിട്ട് മറുപടി പറയാന്ന് പറഞ്ഞാ പബ്ലിക്ക് നിൽക്കുകയല്ലേ, നാണക്കേടല്ലേ. ഇവിടെ ലേഡി നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അതൊന്ന് ഈസും വാസൊക്കെ ചേർത്തിട്ട് നിങ്ങക്ക് ഏറ്റെങ്കിലും പറയായിരുന്നു. എന്നാലെങ്കിലും കുറച്ച് തടി തപ്പായിരുന്നു. ഇത്രയും നാണം കെടില്ല. അവിടെ ബൃന്ദ കാരാട്ട് ഇവിടെ ഫൈറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ ഇവിടെ ഫോൺ നോണ്ടിയും കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? എന്തെങ്കിലും മറുപടി പറയാൻ അറിയണ്ടേ? റിയാലിറ്റിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ പറ്റുള്ളൂ. हम लोग नहीं जाएंगे, आप 2 जन को जाने दीजिए, हम लोग नहीं जाते हैं. പക്ഷെ സാധാരണ ഇങ്ങനെ അല്ലല്ലോ റഹീമണ്ണൻ പറയാ. നിങ്ങൾ വലിയ സഖാവല്ലേ, സഖാക്കന്മാർ എന്താ ചെയ്യാ? എന്തിനും ഏതിനും സമരം ചെയ്യണല്ലേ. അവിടെ ജയിലിൽ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യേ. എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ സമരം ചെയ്യും, നിത്യാരം കിടക്കും, ഈ ഇൻകുലാബ് സിന്ദാബാദ് എന്നൊക്കെ നിങ്ങക്ക് പറഞ്ഞൂടെ? നിങ്ങളുടെ ഈങ്കുലാബ് കേൾക്കുമ്പോ എന്തായാലും ജനങ്ങൾക്ക് വികാരം കൊള്ളി നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ? എന്റെ റഹീമണ്ണ, ഇവിടെ വയനാട്ടില് 700 കോടി രൂപ നിങ്ങളുടെ സർക്കാർ കൊടുത്തു പറഞ്ഞിട്ട് 500 സ്ക്വയർ ഫീറ്റിന്റെ 10 വീടാ വെച്ചു കൊടുത്തിരിക്കണ്. ബാക്കിയുള്ള കോടികളൊക്കെ എവിടെ പോയി? നിങ്ങളെ വയനാട്ടിലൊന്ന് പോയിട്ടെങ്കിലും നോക്കിയിട്ടുണ്ടോ? പോവില്ല. കാരണം എല്ലാവരും മണ്ണിനടിയിലായി പോയില്ലേ. എങ്ങനെ വോട്ട് കിട്ടാനാ? ഇപ്പൊ എന്തായാലും കന്യാസ്ത്രീകളെ പിടിച്ചാലേ എല്ലാവിടെയും നിറഞ്ഞു നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേഗം വിട്ടു ഛത്തീസ്ഗഡില്. ശരിയാ, ക്രൈസ്തവരും BJPയും എന്തായാലും അടുത്ത് ഒന്നിച്ച CPMകാര് ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത 5 വർഷം എന്തായാലും ഭരണം കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പൊ ഇപ്പൊ തന്നെ ക്രൈസ്തവരെയും BJP എങ്ങനെയെങ്കിലും തമ്മിലടിക്കണം എന്നൊരു വിചാരം മാത്രമല്ലേ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ? യുവർ മെയിലാ? അയാളാണോ നിങ്ങൾക്ക് മെയിൽ അയച്ചിരിക്കണത്? നിങ്ങളല്ല അങ്ങോട്ട് മെയിൽ അയച്ചിരിക്കണത്. മെയിൽ അയച്ചതോ പോട്ടെ, അതൊന്ന് കറക്റ്റ് ആയിട്ടെങ്കിലും പറഞ്ഞൂടെ? ഇത് മറ്റേ പണ്ട് രാജൻ പി ദേവൻ പറയണ പോലെ ഐ ആം ഫൈന്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? പോലീസുകാർ പറയണ ഞങ്ങൾക്ക് മെയിൽ കിട്ടിയിട്ടില്ല എന്നാണ്. എന്റെ റഹീമണ്ണ, നിങ്ങൾ ഛത്തീസ്ഗഡിന് വല്ല ചണ്ഡീഗഡിലേക്കാണോ അയച്ചത്? അതോ വല്ല ചിത്രപുരിയിലേക്കാണോ അയച്ചത്? ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു N-ഉം D-യും മാറിയ ചണ്ഡീഗഡ് വേറെ സ്റ്റേറ്റിൽ അത് പോയിട്ടുണ്ടാവും. അതെ, ഇത് കേരളമല്ല, പിണറായി സർക്കാരിന്റെ നാടല്ല ഛത്തീസ്ഗഡ്. ഇവിടെ നിങ്ങൾ പറയുമ്പോ പോലീസുകാരില് ഏത് ജയിലില് ഏത് പാതിരാത്രിക്കും പോണ പോലെ അവിടെ പോവാന്ന് വിചാരിച്ചപ്പോ അവിടെയും കയറി ചെല്ലാന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്നാ തെറ്റി. പ്രധാനമന്ത്രി വിചാരിച്ചിട്ടടക്കം ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ടല്ല പിണറായി സർക്കാരിന്റെ താഴെ നിൽക്കുന്ന ഒരാള് ആ പോലീസുകാർ എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക്? ഇയാൾ എന്താ പറയണെന്നുള്ളത് അറിയില്ലെങ്കിൽ അറിയാത്ത പാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ റഹീമണ്ണ, എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഒറീസയിൽ പോയിട്ട് അവിടുത്തെ ഭാഷ അറിയാണ്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഒരു 3 ദിവസം എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ഞാൻ ഇംഗ്ലീഷെങ്കിലും തപ്പിപ്പിടിച്ച് എന്തെങ്കിലും അവരോട് ചോദിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയണില്ല. അത് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. 4 മണിക്ക് ശേഷം ജയിൽ പുള്ളികളെ കാണാൻ പറ്റില്ല എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. നിങ്ങൾ 4 മണിക്ക് ശേഷം പോയാൽ അവരെങ്ങനെ കയറ്റി വിടാനാണ്? എന്ത് മെയിൽ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? ഇന്ത്യൻ നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. റഹീമണ്ണൻ അവിടെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് മിണ്ടാണ്ട് തിരിച്ചു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ ജയിൽ പുള്ളികളെ പോയി കണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇന്ന് രാവിലെ ദേശാഭിമാനി പേപ്പറിൽ ഇതാ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളെ ജയിലിൽ പോയി കണ്ടു പറഞ്ഞിട്ട് നല്ല സ്ലോ മോഷനിൽ നടക്കണ ഫോട്ടോ അവരെന്തായാലും ഇട്ടിട്ടുണ്ട്. പോയ കാര്യം നടന്നില്ല, പക്ഷെ PR വർക്കൊക്കെ നന്നായിട്ട് തന്നെ നടന്നുണ്ട്.